ഹലോ ഡിയേഴ്സ്, നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ എനർജി എങ്ങനെയാണ്? നിങ്ങൾക്ക് ആ യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് പേരുടെ എനർജി നിൽക്കുന്നത് നിങ്ങളിവിടെ നിങ്ങളുടെ വർക്കിൽ ഹാർഡ് വർക്കായിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഡെഡിക്കേഷനും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ വർക്കിൽ. നിങ്ങളും നിങ്ങൾ ചെയ്യുന്ന വർക്കുമായിട്ട് ഇമോഷണലി നല്ല കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ വർക്കിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പേർക്കും നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതായത് നല്ലൊരു ബേസിക് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വർക്കിൽ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്ര നിങ്ങൾ എഫേർട്ട് ഇടുന്നോ അതിൻ്റെ അത്ര ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാടല്ല. നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഇവിടെ കൂടുതൽ പേരും ഡിവൈനുമായിട്ട് നല്ല കണക്റ്റഡ് ആണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് എല്ലാം യൂണിവേഴ്സ് സമയത്തിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇവിടെ ഫ്രീഡം ഇഷ്ടപ്പെടുന്നവരാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കണ്ണ് കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന എഫോർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ, പക്ഷേ റിസൾട്ട് അവിടെ ഉണ്ട്. യൂണിവേഴ്സ് അത് ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കൺമുന്നിൽ കാണാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുകയും ചിലപ്പോൾ റോങ് ഡിസിഷൻസ് എടുക്കാനും ഇവിടെ ചിലർക്ക് ഒരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല എന്നിപ്പോൾ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. സോ നിങ്ങളുടെ ഈ ഒരു വീക്ക്നെസ്സിനൊക്കെ ആയിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിളും 9 ഓഫ് വാൺസും ആണ്. അതായത് 9 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ ഉറച്ച് വിശ്വസിക്കുകയും സമാധാനമായിട്ടിരിക്കുക. അതായത് വെയിറ്റ് ചെയ്ത് കൺഫ്യൂഷൻസിലിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഒന്ന് സമാധാനപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സക്സസ് വളരെ സ്ലോയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ഇപ്പോൾ ഏസ് ഓഫ് കപ്സിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ചെല്ലേണ്ടത്, അതായത് നിങ്ങൾ എത്തിപ്പെടേണ്ടത് ക്യൂൻ ഓഫ് വാൺസിലേക്കാണ്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാർഡ് വന്നത് ക്യൂൻ ഓഫ് വാൺസിലേക്കാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് സൺഫ്ലവർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാജിക് പുറത്ത് വരുന്ന ഒരു സമയമുണ്ടാകും. പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കും എന്നാണ് കാണുന്നത്. കാരണം യൂണിവേഴ്സ് ഇപ്പോഴേ ഒന്നും നിങ്ങൾക്ക് സക്സസ് തരില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഏസ് ടു ക്യൂൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ജേർണി ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ആയിട്ട് വരുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസും. നിങ്ങൾക്ക് ക്ഷമയില്ലാതെ ഇരിക്കാം. കാരണം നിങ്ങളുടെ മുന്നിൽ റിസൾട്ട് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സക്സസ്സിനായിട്ട് യൂണിവേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇമോഷണലി സ്ട്രോങ് ഫൈറ്റർ ആവുകയും വേണം എന്നൊരു ഗൈഡൻസ് കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായെങ്കിലും ഈ വ്യക്തി ഓറഞ്ച് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇനിയും ഒരുപാട് എനർജി ഉള്ളിലുണ്ട് എന്നാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാർഡ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്കിവിടെ വേണ്ടത് പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എഫോർട്ടും ഒന്നും ഡിവൈൻ കാണാതെ ഇരിക്കില്ല. ഉറപ്പായിട്ടും അത് കാണും. ഇവിടെ നിങ്ങൾ നല്ല ഹാർഡ് വർക്കേഴ്സ് ആണെന്ന് കാണുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് നിങ്ങൾ എയ്സിൽ നിന്നും ക്യൂനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതായ റിസോഴ്സസ് എല്ലാം നൽകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത സമയങ്ങളിൽ നിങ്ങൾ പേഷ്യൻസോടുകൂടി ഇരിക്കുമ്പോൾ ചിന്തിക്കേണ്ട യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് സ്ലോ സക്സസ് ആണ് നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും വേണം. പിന്നെ നിങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്.